ബഡ്ജറ്റിൽ കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണന കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടാൻ പോകുന്ന നേതാവ് ഒരുപക്ഷെ സുരേഷ് ഗോപി ആയിരിക്കും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സകല സഖാക്കളും കോൺഗ്രസുകാരും സുരേഷ് ഗോപിയുടെ കഴുത്തിന് പിടിക്കാൻ നടക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുക്കാനായി മാധ്യമപ്രവർത്തകരെല്ലാം എത്തിയിരുന്നു. ബൈറ്റ് നൽകിയ ശേഷം മടങ്ങിയ സുരേഷ് ഗോപിയുടെ പിന്നിൽ നിന്ന് കോക്കറി കാണിച്ച മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായ തൗഫീഖാണ് ഇത്തരത്തിൽ കോക്കറി കാണിച്ച് വൈറലായിരിക്കുന്നത്. സുരേഷ് ഗോപി തിരിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് അടിക്കാൻ ഓങ്ങുന്നത് പോലെയുള്ള ആക്ഷനായിരുന്നു പുള്ളി കാണിച്ചത്. ഒരുപക്ഷെ കൈ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എടുത്തെറിഞ്ഞേനെന്ന് ചിന്തിച്ചാലും ഒരു തെറ്റുമില്ല. ഒരു കുട്ടിയുടെ കുറുമ്പായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ചില ന്യായീകരണ തൊഴിലാളികളും രംഗത്തെത്തിയിട്ടുണ്ട്. പണ്ട് സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വൺ ഒരു വനിതാ റിപ്പോർട്ടറെ കൊണ്ട് കള്ളക്കഥ മെനഞ്ഞപ്പോൾ അത് വാത്സല്യത്തിന്റെ അല്ല, മറിച്ച് വഷളത്തരത്തിന്റെ ശരീരഭാഷയാണെന്നായിരുന്നു അന്നത്തെ കണ്ടുപിടുത്തം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കോക്കറി കാണിച്ച പയ്യന്റെ ശരീരഭാഷ ഇനി ഏത് തരത്തിലാണോ വിശദീകരിക്കപ്പെടുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. മാത്രമല്ല, മുൻപ് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആജ്ഞാപിച്ചപ്പോൾ പോലും പഞ്ചപുച്ഛം മടക്കി തിരികെ പോയവരാണ് ഇന്ന് സുരേഷ് ഗോപിയോട് ഇങ്ങനെ കാണിക്കാൻ ധൈര്യപ്പെട്ടത്. ഇക്കാര്യം ഓർക്കുമ്പോഴാണ് ഏറ്റവും കഷ്ടം. അന്നൊരു പക്ഷെ ഇത്തരത്തിൽ കാണിച്ചിരുന്നെങ്കിൽ വധശ്രമത്തിന്റെ പേരിൽ കേസെടുത്ത് അകത്തിടാനും അത് മതി. എന്തായാലും സംഭവം വൈറലായതോടെ മാപ്പ് പറഞ്ഞ് തൗഫീഖ് രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. കേരളത്തോടുള്ള ബഡ്ജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത്. അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ ഞാൻ തമാശയായി കാട്ടിയ അംഗവിക്ഷേപണത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവും അല്ലാതെ. അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയോടെന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരുതിക്കുട്ടി അല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സംഭവിച്ചു പോയ പിഴവിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതായിരുന്നു തൗഫീഖിൻ്റെ പോസ്റ്റ്. ഇതിൽ പ്രതികരിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കമൻറ്റ് ഇതായിരുന്നു. വനിതാ റിപ്പോർട്ടർ സുരേഷ് ഗോപിക്കെതിരെ കേസുമായി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ലെന്നും ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നുവെന്നും. പക്ഷേ അന്ന് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു മോനെ? കിട്ടിയ അവസരം മുതലെടുത്ത് നിങ്ങൾ കേസാക്കി. നിങ്ങളുടെ ചാനൽ അന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് അങ്ങോട്ടും എടുക്കട്ടെ. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോൾ കൂടെ കൂടെയാ. ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞതോടെ ഒന്നല്ല ഒരുപാട് പേരാണ് 1000 നാവുമായി സുരേഷ് ഗോപിയെ ട്രോളാനായി കളത്തിലിറങ്ങിയത്. എയിംസിനുള്ള 150 ഏക്കർ തലയിൽ വെച്ച് ഡൽഹിയിൽ കൊണ്ടു കൊടുക്കണോ എന്നാണ് തോമസ് ഐസക്കിന്റെ ചോദ്യം. കേരളത്തെ മൈൻഡ് ചെയ്യുന്നില്ല അത്രമാത്രം എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. സത്യത്തിൽ ഇദ്ദേഹം പാർലമെന്റിൽ ഒന്ന് ജയിച്ചു പോയിരുന്നെങ്കിലെന്ന് ഇപ്പോൾ വല്ലാതെ ആശിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കൊട്ടക്കണക്കിന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റുകളെങ്കിലും ഒഴിവാക്കി കിട്ടിയേനെ. പിന്നെ മറ്റൊന്ന്, സുരേഷ് ഗോപി കാർപ്പറ്റിൽ കയറി നിന്ന് വൃക്ഷത്തായി നടന്ന ചിത്രത്തെ ട്രോളിയുള്ള സൈബർ കമ്മികളുടെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. കാലിൽ ചെളി പറ്റാതെ ഒരു അതിഥിയെ സ്വീകരിക്കുക എന്നത് മാത്രമായിരുന്നു സത്യത്തെ സംഘാടകർ ഉദ്ദേശിച്ചത്. അതെടുത്ത് ട്രോളാൻ തുടങ്ങിയ കമ്മികൾ ഒരുപക്ഷെ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ കാലിൽ ചെളി പറ്റാതെ കാർപ്പറ്റിൽ വരമ്പത്ത് നിന്നുകൊണ്ട് കണ്ടത്തിലേക്ക് വിത്തെറിഞ്ഞ പിണറായിയുടെ ചിത്രം കണ്ടിട്ടുണ്ടാവില്ല. അതിനിപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും മറ്റൊരു ചിത്രം ഓർമ്മിപ്പിക്കാം ഞാൻ. ഒരടി കാല് പൊക്കാൻ വയ്യാത്തതുകൊണ്ട് ബസ്സിൽ ലിഫ്റ്റ് സ്ഥാപിച്ച പിണറായിയെ ഒന്ന് ഓർത്താലും മതി. ആ ട്രോൾ അവിടെ അവസാനിച്ചോളാം. ആ ട്രോൾ അവിടെ അവസാനിച്ചോളും. സത്യത്തിൽ 2 കാലിൽ മന്ത് വെച്ചിട്ട് 1 കാലിൽ മന്തുള്ളവനെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപിയാക്കിയ കമ്മികളാണ് ഇപ്പോൾ എയിംസ് ഗോപിയായി ചിത്രീകരിക്കുന്നത്. കേരളം ആകെ കൊണ്ടു നടന്ന് മോദിയുടെ ഗ്യാരണ്ടി നൽകി കൈപിടിച്ചുയർത്തിയ മോദി തന്നെ ബഡ്ജറ്റിന് ശേഷം സുരേഷ് ഗോപിയെ ചോദ്യങ്ങളുടെ കുഴിയിലേക്ക് തള്ളിയിട്ട് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് വാഗ്ദാനങ്ങളൊക്കെ നൽകിയ സുരേഷ് ഗോപി കണ്ടത് അല്ലെങ്കിൽ കണ്ട് പഠിക്കേണ്ടത് മുരളീധരനായിരുന്നു. കാരണം ചുളുവിൽ മഹാരാഷ്ട്ര വഴി രാജ്യസഭയിൽ മന്ത്രിയായ അദ്ദേഹത്തിന് വാഗ്ദാനങ്ങളൊന്നും തന്നെ കേരളത്തിന് നൽകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്ക് പിണറായിക്കെതിരെ ടിഷ്യും പറയാനായി ഒന്ന് പൊങ്ങുമെന്നല്ലാതെ ഒന്നിനും അദ്ദേഹത്തെ എങ്ങും കാണാനുമില്ല. എന്നാൽ പാവങ്ങൾക്കായുള്ളതെല്ലാം വാരിക്കൊടുത്തും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പിണറായി സർക്കാരിന്റെ വക പെണ്ണ് കേസിൽ അകപ്പെട്ടും മാതാവിന് കിരീടം നൽകി വിവാദത്തിലായും എത്രമാത്രം പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി കേരളത്തിൽ ആ താമരയൊന്ന് വിരിയിച്ചെടുത്തത്. പാർട്ടിക്ക് അതീതമായി
പാർട്ടിക്കതീതമായി വ്യക്തിപ്രഭാവത്തിൽ വോട്ട് തേടിയെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തിനൊന്ന് തലയുയർത്തി നിൽക്കാൻ പോലുമുള്ള പ്രതീക്ഷ ബഡ്ജറ്റ് നൽകിയില്ല എന്നത് മറ്റൊരു കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. ഒന്നുമില്ലെങ്കിലും എയിംസ് ആലോചനയിലുണ്ടെന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു.